ഞങ്ങൾ വാഗ്ദാനം കൊടുത്ത് നടപ്പിലാക്കും. ഞങ്ങൾ കൊടുത്ത എന്ത് വാഗ്ദാനം നടപ്പിലാക്കാത്തെന്നുള്ളത് CPM പോലെയാണ് BJP. സാധിക്കുന്ന കാര്യം ഞങ്ങൾ പറയാറുള്ളൂ. ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വന്നാൽ അത് ഏതെങ്കിലും ഒരു നഗരത്തിൽ മാത്രമല്ല നടക്കുക. അങ്ങനെയാണോ സാധാരണ? ഇന്ത്യയിൽ ഒരു നഗരത്തിൽ മാത്രം ഒളിമ്പിക്സ് നടത്താൻ സാധിക്കുകയില്ല. ഒരുപാട് സ്റ്റേഡിയങ്ങൾ വേണം, ഒരുപാട് പ്രധാനപ്പെട്ട നഗരങ്ങൾ നടക്കും. അതിൻ്റെ കേന്ദ്രബിന്ദു ഒരുപക്ഷെ അഹമ്മദാബാദായിരിക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം ഒളിമ്പിക്സ് വേദികളാകുന്ന ധാരാളം നഗരങ്ങൾ ഇന്ത്യയിലുണ്ടാവും. അതിലൊന്ന് നമ്മുടെ തിരുവനന്തപുരം ആകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളതിന് പരിശ്രമിക്കും. കാരണം 2036 ഇന്ത്യയിൽ ഒളിമ്പിക്സ് വരുമ്പോൾ ഈ രാജ്യം ഭരിക്കുക BJP തന്നെയായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് വരണോ വേണ്ടോ ഞങ്ങൾക്ക് തന്നെ ശുപാർശ ചെയ്യാൻ സാധിക്കുക? ശിവൻകുട്ടിക്ക് സാധിക്കില്ലല്ലോ. 2036 ആകുമ്പോൾ ശിവൻകുട്ടിയുടെ പാർട്ടി കേരളത്തിൽ പഞ്ചായത്ത് പോലും ഭരിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുക. ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം ജനങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. ഒളിമ്പിക്സിന്റെ സ്വഭാവം എന്താണെന്നും ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സിനെ ക്ഷണിച്ചിട്ടുണ്ട്. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊരു വേദി തിരുവനന്തപുരം ആകാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറയും. ബാക്കി അതിന്റെ ഷെഡ്യൂളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. 2036 ഭാരതം ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വേദി തിരുവനന്തപുരം ആകണമെന്നാണ് കേരള BJPയുടെയും തിരുവനന്തപുരം BJPയുടെയും ആഗ്രഹം. ആ വാഗ്ദാനം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നു. ജനങ്ങൾ അത് സ്വീകരിക്കുന്നു. ആ വാഗ്ദാനം പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെയാണല്ലോ. ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഭാരതം സ്വാഗതം ചെയ്തു. 2036 ഒളിമ്പിക്സിന് വേദി ഭാരതമാണെങ്കിൽ അതിലൊരു വേദി തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും അത് ക്ലിക്കായിട്ടുണ്ടല്ലേ? അത് മതി. അതെ അതെ അതെ. അത്തരം വാഗ്ദാനം ഒന്നും കൊടുക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് എങ്ങനെ സാധിക്കും? നഗരസഭയിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനല്ലല്ലോ പ്രധാനമന്ത്രി വരുന്നത്. തിരുവനന്തപുരം ഈ രാജ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തലസ്ഥാന നഗരിയാക്കി ഞങ്ങൾ മാറ്റും. ക്യാപിറ്റൽ സിറ്റി. തിരുവനന്തപുരത്തും ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്യാപിറ്റൽ സിറ്റി അല്ല. അതുകൊണ്ട് രാജ്യത്തിനാകെ മാതൃകയാകാൻ സാധിക്കുന്ന വികസന നഗരമായിട്ട് തിരുവനന്തപുരം നഗരത്തെ മാറ്റും. അതിൻ്റെ പ്രഖ്യാപനത്തിന് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങളുടെ ഒരു സന്തോഷമല്ലേ. പ്രധാനമന്ത്രി അത് പ്രഖ്യാപിക്കും. എന്താ കുഴപ്പം? ഇവർക്ക് പ്രധാനമന്ത്രി ഇവരില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.